അതൊന്നും നോക്കി കാണുന്നില്ല. ഞാൻ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ ഞങ്ങൾ കുറേ തരത്തിലുള്ള അകത്തുള്ള ശത്രുക്കളെയും പുറത്തുള്ള ശത്രുക്കളൊക്കെ വളരെ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ആളുകളാണ്. അതുകൊണ്ട് അതിലൊന്നും നമ്മൾ വീഴുന്നില്ല. ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്നത് ശരിയാണോ? ലീഗിന്റെ ആഭ്യന്തര കാര്യത്തിൽ ലീഗ് മാത്രമേ ഇടപെടുള്ളൂ, വേറെ ആളെ അങ്ങനെ സംഭവിക്കില്ല. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിനെ മാറ്റണോ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആരാവണോ, അതിനൊരു കൗൺസിലുണ്ട്. അത് മെമ്പർഷിപ്പ് എടുത്തവർക്ക് കിട്ടുന്നതാണ്. അത് പാർട്ടി പ്രവർത്തകരാണ് തീരുമാനിക്കുന്നത്. പുറത്തുള്ളവർക്ക് അഭിപ്രായം പറയാം. അത് അഭിപ്രായമായിട്ട് മാത്രമേ എടുക്കുള്ളൂ, കാര്യമായിട്ടൊന്നും എടുക്കില്ല. അല്ല, CPM അവരുടെ ഉപദേശം എടുക്കാവുന്നതാണ്. കാരണം വെച്ചാൽ അവരുടെ അനുഭവം ഉള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് അവർ വിളിച്ച പരിപാടികളിലൊക്കെ സ്ഥിരമായിട്ട് പോകുമ്പോൾ ചോദിക്കുക, സിറാത്തിന്റെ പാലാണോ അതല്ല സിറാത്ത് പാലാണോ, കാഫർ എന്ന് പറയുന്നതിന്റെ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്, അത് ഏത് തരത്തിലാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവരോട് ചോദിക്കാം. കാരണം ഉപദേശം കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെയൊന്നും ഞങ്ങൾ വരുന്നില്ല. അത് വോട്ടെണ്ണീറ്റ് തീരുമാനിക്കാം. നമുക്ക് മെജോറിറ്റി എവിടെ ഉണ്ട്, ന്യൂനപക്ഷം എവിടെ ഉണ്ട് എന്നൊക്കെ നമുക്ക് അപ്പോൾ തീരുമാനിക്കാം. ഹരിത നേതാക്കളെ തിരിച്ചെടുത്ത സംഭവത്തിലെ കഴിഞ്ഞ ദിവസം ലീഗിന്റെ വനിതാ നേതാവായിട്ടുള്ള നൂർബിന റഷീദ് ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. മാപ്പ് എഴുതി കൊടുത്താണ് അവർ പാർട്ടിയിലേക്ക് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അതൊരു ചർച്ചയായിരുന്നു. എങ്ങനെ മാപ്പ് എഴുതി കൊടുത്തിട്ടാണ് അവർ? അതൊക്കെ ഈ വ്യക്തിപരമായിട്ട് ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അഭിപ്രായം പറയണമെന്നില്ല. ഇല്ല, എനിക്ക് പാർട്ടിയുടെ അറിയില്ല. ഞാൻ സത്യത്തിൽ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച പ്രസ് റിലീസിൽ ഖേദം പ്രകടിപ്പിച്ച് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ അതായിരിക്കും ശരി. പത്രത്തിൽ ചന്ദ്രിക എന്ന് പറയുന്നത് പാർട്ടിയുടെ വേറെ നിങ്ങളൊക്കെ പത്രം നടത്തുന്ന പോലെ പുറത്തുള്ള മുതലാളി ആരാണെന്ന് തിരിച്ചറിയാത്ത പത്രമല്ലല്ലോ ചന്ദ്രിക. അതിന്റെ മുതലാളിയും അതിന്റെ മുടക്കു മുതലൊക്കെ ലീഗാണ്. അപ്പൊ അതുകൊണ്ട് അതിൽ വരുന്നത് ലീഗിന്റെ വാർത്തയായിരിക്കും. അറിയില്ലല്ലോ, ഇവർ വരുന്ന ചന്ദ്രികയിൽ അങ്ങനെ വന്നില്ല. അപ്പൊ അതായിരിക്കും ശരി. പരസ്യമായി വിമർശനം നടത്തിയ ആളുകളാണ്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവരെ തിരിച്ചെടുക്കുന്നത്. അല്ല, ഇതൊക്കെ ലീഗിനകത്തുള്ള ആളുകളല്ല വിമർശിച്ചത്, ലീഗല്ലേ അവരെടുത്തത്. അപ്പൊ തീർന്നല്ലോ. താലിബാൻ ലീഗ് എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഇവരുടെ ഈ പ്രചാരണം കൊണ്ട് അത് നിങ്ങൾ എത്ര മെനക്കെട്ടാലും അതിനകത്തിന്റെ ഒരു കമന്റ് കിട്ടൂല.